ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ ഭാഷകളിലായി 8 സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആമിർ ഖാൻ നായകനെ RS പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് സിത്താരെ സമീം പാർ. ആദ്യം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 95 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 15 കോടി രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 66 കോടി 65 ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 80 കോടി രൂപയുമാണ്. ചിത്രം വിദേശ കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 30 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 110 കോടി രൂപയാണ് ഈ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇനി 5ാം ദിവസമായ ചൊവ്വാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ തിങ്കളാഴ്ച പോലെ തന്നെ ഇന്നും 15 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 125 കോടി രൂപയാണ്. ശേഖർ കമൂല തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ 20 തിയേറ്ററിലെത്തിയ സിനിമയാണ് കുബേര. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, ജിം സർഫ്, ദലീപ് താഹിൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 14,50,000 രൂപയായിരുന്നു. 4 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 94 ലക്ഷം രൂപയാണ്. 5ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 12 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ദുൽഖറിന്റെ വേഫാരി ഫിലിംസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള കുബേര കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ സിനിമ 15 കോടിയോളം രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാടിനെ അപേക്ഷിച്ച് ആന്ധ്ര, തെലങ്കാനയിൽ മിന്നും പ്രകടനമാണ് ഈ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് 43 കോടി രൂപ ഇവിടെ നിന്നും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 55 കോടി 40 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 65 കോടി രൂപയുമാണ്. 4 ദിവസം കൊണ്ട് വിദേശ കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് 23 കോടി 50 ലക്ഷം രൂപയാണ്. ടോട്ടൽ 4 ദിവസം കൊണ്ട് 88 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 5ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 96 കോടിയോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന 3ാമത്തെ സിനിമ ഹൗസ്ഫുൾ 5 ആണ്. തരുൺ മൻസൂഖി സംവിധാനം ചെയ്ത് ജൂൺ 6 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ, ഹൃദേശ് ദേശ്മുഖ്, സഞ്ജയ് ദത്ത്, ജാക്കി ഷറഫ്, നാനാ പട്ടേക്കർ എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം 3ാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 19ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രത്തിന്റെ 18ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 188 കോടി 50 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 215 കോടി രൂപയും. വിദേശത്ത് നിന്ന് 58 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 18 ദിവസം കൊണ്ട് 275 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിലെ 5ാമത്തെ ചാപ്റ്ററായ ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 225 കോടി റേഞ്ചിലുമാണ്. ജൂൺ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് DNA. ആദിഷ ബിനോയ് തിരക്കഥ എഴുതിയ ഈ സിനിമ നെൽസൺ വെങ്കടേശനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അഥർവ, നിമിഷ സജൻ, ബാലാജി ശക്തിവേൽ, രമേഷ് തിലക്, വിജയ് ചന്ദ്രശേഖർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ 59 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. 2ാം ദിവസമായ ശനിയാഴ്ച 1 കോടി 18 ലക്ഷം രൂപയും 3ാം ദിവസമായ ഞായറാഴ്ച 1 കോടി 54 ലക്ഷം രൂപയും 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 71 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് 4 കോടി 2 ലക്ഷം രൂപയാണ്. ഇനി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ മലയാള സിനിമകളുമായി ബന്ധപ്പെട്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എസ് ബിപിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, മല്ലിക സുകുമാരൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ 2ാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 12ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 11ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 19 ലക്ഷം രൂപയായിരുന്നു. 11 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 4 കോടി 22 ലക്ഷം രൂപയാണ്. 12ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 17-18 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 4 കോടി 40 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6.5-7 കോടി റേഞ്ചിൽ തന്നെയാണ്. ദിലീഷ് മോത്തൻ, റോഷൻ മാത്യു എന്നിവർ പ്രധാന താരങ്ങളായി ഷാഹി കബീർ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 13 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് റോന്ത്. ചിത്രം ഇന്നലെ 11ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ 17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ആദ്യ 11 ദിവസത്തെ കേരള കളക്ഷൻ 4 കോടി 77 ലക്ഷം രൂപയുമാണ്. 12ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 4 കോടി 92 ലക്ഷം റേഞ്ചിലാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടിക്ക് മുകളിലുമാണ്. ജൂൺ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അഥവാ UK OK. അരുൺ വൈഗ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രഞ്ജിത്ത് സജീവ്, ജോണി ആന്റണി, ഇന്ദ്രൻസ്, അൽഫോൺസ് പുത്രൻ, റോണി ഡേവിഡ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 92 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 5ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് 1 കോടിക്ക് അടുത്ത് കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മെയ് 23 തിയേറ്ററിലെത്തിയ നരിവേട്ട എന്ന ടോവിനോ തോമസ് ചിത്രം
ഇന്ന് ചൊവ്വാഴ്ചയുടെ 33 ദിവസമാണ് പിന്നിടുന്നത്. 32ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 32 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 17,30,00,000 രൂപയായിരുന്നു. 33ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 17,32,00,000 രൂപയാണ് ഈ സിനിമയുടെ 33 ദിവസത്തെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ വ്യക്തമായ വിവരമൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും നിലവിൽ 29 കോടിയോളം രൂപ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.